ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സിനിമാ നിരൂപകൻ പ്രതീഷ് ശേഖർ കൂടെ ചേരുന്നുണ്ട്. ശ്രീ പ്രതീഷ്, ഇപ്പോൾ സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പോർവിളിയിലേക്ക് തന്നെ താരസംഘടന അല്ലെങ്കിൽ ആഭ്യന്തര കലഹം പരസ്യമായിട്ടുള്ള ഒരു പോർവിളിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. കൂട്ടരാജികൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ശരിക്കും അമ്മ താര സംഘടനയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു ചർച്ചകൾക്ക് ഒരിക്കലും ഒരു പരിസമാപ്തി കണ്ടെത്താൻ സാധിക്കില്ലേ താരങ്ങൾക്ക്? ഇപ്പം സാധാരണ മാധ്യമങ്ങളിൽ പുറത്തറിയിക്കുന്നത് പോലെ അല്ല അറിയുന്നത് പോലെ പലരും പ്രസ്താവനകൾ നടത്തുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തു നിന്ന് കാണുന്ന ഒരു നിരീക്ഷകൻ എന്നുള്ളതിൽ അല്ലെങ്കിൽ ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്വേത മേനോൻ എന്ന വ്യക്തിയോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അപ്പം ശ്വേത ചേച്ചി ഇതിനകത്ത് ഇന്ന് രാജിവെച്ചു. അപ്പം ശ്വേത ചേച്ചി ഇന്നലെ തന്നെ അവിടെ നിന്ന് സ്ഥാനം ഒഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോൾ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ്. ഒരു വാർത്ത കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്. വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു ലേഡിയാണ്. കാരണം എന്ത് കാര്യത്തിനും സ്വന്തം കുടുംബജീവിതത്തിലായിരുന്നാലും അല്ലാതെ മറ്റേത് കാര്യങ്ങളിലായിരുന്നാലും വളരെയധികം അനുഭവ സമ്പത്തുള്ളതും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളതും പല കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അന്നും ഇന്നും കണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ശ്വേത മേനോൻ രാജിവെച്ചു എന്നൊക്കെ കാണുമ്പോഴേക്കും ഒരു എന്താ പറയാ സിനിമയോടൊപ്പം നിന്ന് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഒപ്പം ഈ ഒരു എല്ലാവരും കൂടി പിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയല്ലല്ലോ നമ്മളൊരു സംഘടന ഉണ്ടാക്കുന്നത്. അപ്പം എന്ത് അമർഷം ഉണ്ടായിരുന്നാലും എന്ത് ദേഷ്യം ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ തെറ്റുകൾ പോലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും എല്ലാം സംഘടനയ്ക്ക് അകത്ത് തീർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സംഘടന അതിനു വേണ്ടിയുള്ളതാണല്ലോ. സംഘടനയിൽ പുറത്തു പോയി തീർക്കാൻ വേണ്ടി ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ പോകുന്നവർ പോകാതിരിക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശ അരവിന്ദ് കൂടെ രാജിവെച്ചല്ലോ. അപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന രാജി, ഇപ്പോൾ മല്ലിക സുകുമാരൻ രാജിവെച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രഗത്ഭരായ ആളുകൾ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെക്കുമ്പോൾ തന്നെ ആ അമ്മ എന്നുള്ളൊരു താരസംഘടനയ്ക്ക് ഇനി എത്രത്തോളം കാലം ഇത്തരത്തിൽ നിലനിൽപ്പുണ്ടാകും? അല്ലെങ്കിൽ ഒരു സ്ത്രീ ഭരണം അങ്ങനെ കൊണ്ടുപോകില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മാലാപാർവതി പ്രതികരിച്ചു, ശ്വേത മാത്രമല്ല സ്ത്രീ നേതൃത്വത്തിലേക്ക് വരേണ്ട മുതിർന്ന ആൾക്കാർ വരുന്ന വർഷവും കാണൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടില്ലേ? ഇവിടെ ഒരിക്കലും സ്ത്രീ പുരുഷ അങ്ങനെ ഒരു സംവിധാനങ്ങൾക്ക് അപ്പുറം ഇപ്പൊ സ്ത്രീകൾ ഭരിച്ചു പുരുഷന്മാർ ഭരിക്കുന്നു അങ്ങനെ ഒരു സംഭവമല്ലോ. ഒന്നാമത് ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഭരണമാവണം. ഇതിനകത്ത് പറയുമ്പോഴേക്കും പലപ്പോഴും സംഘടനയിലുള്ള ആ ഒരു സംഭവങ്ങൾ സംഘടനയുടെ പ്രവർത്തനങ്ങളെ എതിർക്കാൻ വേണ്ടി എല്ലാ അംഗങ്ങൾക്കും പറ്റും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെയുള്ളത് പ്രതികരിക്കുമ്പോഴും അത് വൈകാരികമായി മാറി അല്ലെങ്കിൽ വൈകാരികമായി എടുക്കേണ്ട അവസ്ഥ വരുമ്പോഴേക്കും അത് എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള സംഭവം ആകുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ചേർത്ത് പിടിച്ച് അവരെയും ഒരുമിച്ച് നിർത്തി കൂട്ടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനകത്ത് ഒരു സംഘടനയും ഒരു തീരുമാനം എടുത്താലോ അല്ലെങ്കിൽ ഒരു സംഭവം എടുത്താലോ അതൊന്നും ഒരിക്കലും നിലനിൽക്കത്തില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം എന്നുള്ളത് പുറത്തു വരും. സംഘടനകൾ തുടങ്ങുന്നത് അവസാനിക്കാൻ വേണ്ടി ആവരുത്. കാരണം ഇങ്ങനെ ഒരാൾ പോയാൽ മറ്റൊരാൾ വരുമായിരിക്കും. പക്ഷേ എല്ലാവരെയും ചേർത്ത് നിർത്തി പോകണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം പ്രത്യേകിച്ച് ഇപ്പം അഡ്ഹോക് കമ്മിറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ വീണ്ടും വന്നു അതിന്റെ അകത്ത് നിന്ന് രാജി വരിക എന്നൊക്കെ പറയുമ്പോഴേക്കും ഇന്നലെ എന്താ രൂപീകൃതമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പുറത്ത് നോക്കുമ്പോഴേക്കും ഇത് അവരൊരു സംഘടനയാണ്, സംഘടനയിലെ അംഗങ്ങളാണ്. ഇത് പുറത്ത് വളരെയധികം നമ്മളിപ്പം മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പെട്ടെന്ന് ഇത് തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് തന്നെ വിഷമം ഉണ്ടാകുന്ന സംഭവമാണ്. കാരണം നമ്മൾ തിയേറ്ററിൽ കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു സംഘടന, അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘടന, അതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണുമ്പോഴേക്കും അതിന്റെ വിഷമമുണ്ട് എന്നുള്ളതാണ്. അത് അവർ തിരുത്തി വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തീർച്ചയായും നമ്മൾ ഇന്നസെന്റിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലേ അതൊക്കെ അതുപോലെ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അതൊക്കെ വളരെ തീർച്ചയായും ഇന്നസെന്റ് സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഞാൻ അമ്മ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാരണം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലൊക്കെ ഇന്നസെന്റ് സാറിന്റെ ഞാൻ പറയാം, സാർ നമുക്ക് വൈകിട്ട് ഇങ്ങനെ ഒരു 6 മണിക്ക് നമുക്ക് ഇങ്ങനെ ഒരു മോളിൽ പോകണം എന്ന് ഞാൻ കുറച്ച് പേരെടുത്ത് പറഞ്ഞിട്ട് ആരും വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും എന്നോട് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം പ്രതീക്ഷ നീ അവിടെ ഒരു 4-5 ഇന്നോവ പിടിച്ചിടാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ കോർഡിനേറ്ററോട് പറഞ്ഞത് പിടിച്ചിടാം. ആ വണ്ടി ഇവിടെ പിടിച്ചിട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മൾ പറഞ്ഞ ആൾക്കാർ ഇതൊന്നുമില്ല. ഇന്നസെന്റ് സാർ ഇറങ്ങി നിന്നിട്ട് ഞാൻ ഈ പരിപാടിക്ക് പോകുന്നുണ്ട്, സംഘടന ഏറ്റെടുത്ത പരിപാടിയാണ്, നമുക്ക് ഇത്രയും പേര് അവിടെ പോകണം, 2-3 പേരെങ്കിലും എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നൃത്തം ചെയ്തവരും ബാക്കിയെല്ലാം മിമിക്രി പ്രാക്ടീസ് ചെയ്തവരും സാർ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇന്നസെന്റ് സാർ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ എല്ലാ വണ്ടികളിലും നിറഞ്ഞ ആർട്ടിസ്റ്റ് പോയി. അവർ ചോദിച്ചത് 3-4 ആർട്ടിസ്റ്റിനെയാണ്. ഈ പ്രത്യേകിച്ച് ഈ സംഘടനയെ നയിക്കാനുള്ള പാഠം എന്ന് പറയുന്നതും അല്ലെങ്കിൽ അദ്ദേഹം പറയാനുള്ളത് കേൾക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ ചോദിച്ച 3 പേരെ, അദ്ദേഹം തന്നെ 30 പേര്. ആ ഒരു ഇതെന്ന് പറയുന്നത് വളരെ ഇതാണ്. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ നയിച്ചിരുന്നവർ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നാലും അതിനകത്ത് തീർക്കുകയാണ് ചെയ്തത്. ഇത്രത്തോളം അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്ത് വരുന്ന ഒരു സംഭവം വന്നിട്ടില്ല.
അതാണ് ഏറ്റവും കൂടുതൽ. സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ സംഘടനയ്ക്കകത്ത് തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഏത് സംഘടനയായിരുന്നാലും. നമ്മളിപ്പോ സംഘടനയിൽ ചേരുന്നത് എന്തിനാണ്? ഒരു തൊഴിൽ ചെയ്യുമ്പോഴേക്കും ഒരു സംഘടനയിൽ ചേരുന്നത് സംഘടന നമ്മളോടൊപ്പം നിൽക്കുകയാണെന്നും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് സംഘടന ഉപകാരിയായിരിക്കും എന്നുള്ളതും, നമ്മുടെ തൊഴിലാവശ്യങ്ങളാണെങ്കിലും അല്ലാതെയുള്ള ആവശ്യങ്ങളാണെങ്കിലും ഏതൊരു സംഘടനയും നമ്മുടെ കൂടെ കാണും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെങ്കിലും ഒരു ആവശ്യം വന്നാൽ കൂടെ കാണും, ഒരു സഹായത്തിന് കൂടെ കാണും എന്ന് പറഞ്ഞാൽ സംഘടന ചേരുന്നത്. അപ്പം ആ സംഘടന എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ട ഒന്നാണ്. സംഘടനയും സംഘടനയുടെ മുകളിലിരിക്കുന്ന ഭാരവാഹികളും എല്ലാവരും. തീർച്ചയായും വളരെയധികം നന്ദി പ്രതീക്ഷ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.